ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് കംപ്രസ്ഡ് എയർ മെത്തേഡ്. കംപ്രസ്ഡ് എയർ മെത്തേഡിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കംപ്രസ്ഡ് എയർ മെത്തേഡിനെ നമുക്ക് പ്ലീനം പ്രോസസ്സ് എന്നും പറയാറുണ്ട്. കംപ്രസ്ഡ് എയർ മെത്തേഡിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിരുന്നു. നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഒന്നും കൂടി നമ്മൾ ഇതിന് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് കംപ്രസ്ഡ് എയർ മെത്തേഡ് ഓഫ് ടണലിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദ യൂസ് ഓഫ് കംപ്രസ്ഡ് എയർ ആൻഡ് ഈസ് വെരി വെൽ സ്യൂട്ടഡ് ഫോർ സോഫ്റ്റ് ഓർ വാട്ടർ ബിയറിംഗ് ഗ്രൗണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ soft or water bearing ground. The use of compressed air for subaqueous work was first thought of by a French inventor M. Trigger. ട്രിഗർ എന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഒരു വാട്ടർ ബിയറിംഗ് സ്ട്രക്ചറിൽ ടണലുണ്ടാക്കാൻ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാമെന്ന് ഫസ്റ്റ് കാണിച്ചു തന്നത്. The method consists of forcing air under suitable pressure into an enclosed space like a tunnel heading to force back percolating water or water mixed soil, thus stabilize the area of excavation. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു സ്റ്റെബിലൈസ് ദി സോയിൽ. അവിടെയുള്ള സോയിലിനെ എന്ത് ചെയ്യണം, സ്റ്റെബിലൈസ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്, നമ്മൾ കംപ്രസ്ഡ് എയർ അതിലോട്ട് കടത്തി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർക്കുലേഷൻ, വാട്ടർ പെർക്കുലേഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഇനി എക്യുപ്മെൻറ്റ് യൂസ്ഡ് ആണ്. എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയർ ലോക്ക് ഉണ്ട്, അതിൻ്റെ ആക്സസറീസ് ഉണ്ട്. പിന്നെ ബൾക്ക് ഹെഡ് ടു ഫിക്സ് ദി എയർ ലോക്ക്. എയർ ലോക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു ബൾക്ക് ഹെഡ് ഉണ്ട്. ദെൻ സേഫ്റ്റി മെഷേഴ്സ് ഡ്യൂറിങ് എമർജൻസി കേസിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. പിന്നെ എയർ കംപ്രസ്സർ. ഇത്ര കാര്യങ്ങളാണ് എന്ത് വരുന്നത് നമ്മൾ ഈ ഒരു മെത്തേഡിൽ, ദാറ്റ് ഈസ് എ കംപ്രസ്ഡ് എയർ മെത്തേഡ് ഓഫ് ടണലിങ്ങിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്. ഫസ്റ്റ് എയർ ലോക്ക് എന്താണെന്ന് നോക്കാം. എയർ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് എയർ ടൈറ്റ് സിലിണ്ടറിക്കൽ സ്റ്റീൽ ചാമ്പർ വിത്ത് 2 doors, one at each end ആൻഡ് ബോത്ത് ഓപ്പണിംഗ് ഇൻവേർഡ്. അപ്പോൾ 2 ഡോറുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സ്റ്റീൽ ചാമ്പറാണെന്ത് എയർ ലോക്ക് എന്ന് പറയുന്നത്. അതിന് 2 ഡോറുണ്ട്. 2 ഡോർ ഓപ്പൺ ചെയ്യുന്നതാണ്, ഇറ്റ് ഈസ് ഇൻവേർഡ് ഡയറക്ഷനിലാണ്. ദിസ് ഡോർ ഓപ്പണിങ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഗ്യാസ്കറ്റ്സ് ടു കീപ് ദം എയർ ടൈറ്റ്. ഗ്യാസ്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. എന്തിനാണ്, ടു കീപ് ദം ഇൻ ദി എയർ ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസ്കറ്റ്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The lock is provided with the necessary valves to adjust the air pressure. അപ്പോൾ വാൾവ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് in order to adjust the air pressure inside the airlock. A 4-inch diameter bullseye is provided on the door for the inspection. ഇൻസ്പെക്ഷന് വേണ്ടി ഒരു bullseye പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 4-inch diameter ഉള്ള. Amenities like electric lights, wooden benches for seating in the miners are also provided inside the lock. അപ്പോൾ ലോക്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എയർ ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ബെഞ്ചും ഇലക്ട്രിക് ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവറേജ് സൈസ് ഓഫ് സച്ച് ലോക്ക് എന്ന് പറഞ്ഞാൽ 6 feet ഡയമീറ്റർ ആണ്. 3 feet ലെങ്ത്തൊക്കെയാണ് സാധാരണ എന്ത് വരാറുള്ളത്, ലോക്ക് വരാറുള്ളത്, ലോക്കിൻ്റെ ഡയമെൻഷൻ വരാറുള്ളത്. ഇതാണ് ലോക്ക് വരുന്നത്. ലോക്കിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എയർ ലോക്ക് ഫിക്സ്ഡ് ഇൻ ബൾക്ക് ഹെഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എയർ ലോക്കാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഡോറാണ്. ഡോറെല്ലാം തുറക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ടുവാർഡ്സ് ഇൻവേർഡാണ്. ഇൻവേർഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡോർ ഓപ്പണിംഗ് ചെയ്യുന്നത്. ഇനി ബൾക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എയർ ടൈറ്റ് ഡയഫ്രം ഇൻ വിച്ച് ദ എയർ ലോക്ക് ഈസ് ഫിക്സ്ഡ്. എയർ ലോക്ക് ഫിക്സ് ചെയ്യുന്ന ഡയഫ്രത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൾക്ക് ഹെഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ദി വർക്കിംഗ്
face from the completed outside section of the tunnel. This partition wall experience very high heavy pressure and has to be designed and constructed strong enough to resist it. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ വാൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ദി ഹെവി പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ തക്കത്ത രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ പാർട്ടീഷൻ വാളിനെ ഡിസൈൻ ചെയ്യണം. ഇറ്റ് ഈസ് ജനറലി കൺസ്ട്രക്റ്റഡ് ഓഫ് തിക്ക് കോൺക്രീറ്റ് ഓർ സ്റ്റീൽ ആൻഡ് വെൽ കീഡ് ഇൻ ടു ദി ആർച്ച് ലൈനിങ് ഓഫ് ദി ടണൽ ആസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്ലിപ്പിംഗ്. അപ്പോൾ ഇതെങ്ങനെയാണ്? നമ്മളൊരു തിക്ക് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബൾക്ക് ഹെഡ് ഉണ്ടാക്കുന്നത്. ഇനി അതെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കോൺക്രീറ്റ് ടണൽ ലൈനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് ആങ്കർ ചെയ്തിട്ടുണ്ടാവും. ദ ലോക്ക് ഈസ് ഫിക്സ്ഡ് വിത്ത് ഇന്നർ എൻഡ് ഫ്ലഷ് വിത്ത് ദി ബൾക്ക് ഹെഡ് ഓൺ ദി വർക്കിംഗ് ഫേസ് ടു അവോയ്ഡ് ദി കംപ്രഷൻ ഡ്യൂ ടു കംപ്രസ്ഡ് എയർ പ്രഷർ ഇൻസൈഡ് ഓഫ് ദി ടണൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലോ ലൈനാണ്. ബ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 inch ഡയമീറ്റർ പ്രഷർ പൈപ്പ് റണ്ണിങ് ഫ്രം ദി ടണൽ ഹെഡിങ് ടു ദി ഔട്ട്സൈഡ്. അപ്പോൾ 4 inch ഡയമീറ്ററുള്ള പ്രഷർ പൈപ്പാണ് എന്ത്? ബ്ലോ ലൈൻ എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് വാൾവ് നിയർ ദി ഇന്നർ എൻഡ് ആൻഡ് ഈസ് നോർമലി യൂസ്ഡ് ടു എക്സോസ്റ്റ് ഫോൾഡ് എയർ ഫ്രം ദി ഹെഡിങ്. അതിന് വാൾവ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു എക്സോസ്റ്റ് ദി ഫോൾഡ് എയറിനൊക്കെ കടത്തി വിടാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വാൾവ് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് വാട്ടർ കളക്ട് ഓൺ ഫ്ലോർ ഓഫ് ദി വാക്കിംഗ് സ്പേസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് എയർ പ്രഷർ ഇറ്റ് കുഡ് ബി കളക്റ്റഡ് ആൻഡ് ബ്ലോൺ ഔട്ട് ബൈ suitably placed well points connected to the ബ്ലോ ലൈൻ. ഈ വെൽ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുള്ള വാട്ടറും അതുപോലെ തന്നെ മണ്ണൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇത് കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബ്ലോ ലൈനായിട്ട് വരുന്നത്. ഇതാണ് ബ്ലോ ലൈന്. ഇത് വെല്ലാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് വാട്ടറൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ് വരുന്നത് എയർ കംപ്രസറാണ്. ദേ ആർ യൂഷ്വലി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദി ടണൽ. ടണലിൻ്റെ പുറത്ത് കൊടുക്കുന്നതാണ് എന്ത്? എയർ കംപ്രസർ. ആൻഡ് ആർ കണക്റ്റഡ് ടു ദി ലോക്സ് ബൈ പ്രോപ്പർ പൈപ്സ്, കൺട്രോൾ അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് പ്രഷർ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ അത് നമ്മൾ ലോക്കായിട്ട് കണക്ട് ചെയ്യുന്നത് കൺട്രോൾ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പൈപ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ലോക്കായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മാൻ ലോക്സ് ആൻഡ് മെറ്റീരിയൽ ലോക്സ്. In large diameter tunnels, separate locks are provided on the same bulkhead. സെയിം ബൾക്ക് ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെപ്പറേറ്റ് ലോക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ലാർജ് ടണൽസിൻ്റെ കേസിൽ. വൺ ടു കൺവേ ദി എക്സ്കവേറ്റഡ് കാൾഡ് മെറ്റീരിയൽ ലോക്ക്. നമ്മൾ മെറ്റീരിയൽസൊക്കെ എക്സ്കവേറ്റ് ചെയ്ത മെറ്റീരിയൽസൊക്കെ കൺവേ ചെയ്യാനുള്ള ഒരു അതിനെ നമ്മൾ മെറ്റീരിയൽ ലോക്ക് എന്ന് പറയും. അതറിന് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പാസേജ് ഓഫ് ലാബേഴ്സിൻ്റെ പാസേജിന് മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇറ്റ് ഈസ് മാൻ ലോക്ക് എന്ന് പറയുന്നത്. ദ ഫോമർ ഷുഡ് ബി capable ഓഫ് അക്കോമഡേറ്റിംഗ് ട്രാക്ക് ലോക്കോസ് റണ്ണിങ് ഓൺ ദി ട്രാക്ക് ടു അസിസ്റ്റ് ദി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് റിമൂവൽ ഓഫ് എക്സ്കവേറ്റഡ് മെറ്റീരിയൽസ് ഫ്രം ദി ഹെഡിങ്. The latter is generally made large enough to hold the passage of one full shift labor in or out of the working phase to conserve the use of compressed air. അപ്പോൾ മെറ്റീരിയൽ ലോക്ക് നമ്മുടെ ട്രക്കിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻസ് വരേണ്ടത്. അതുപോലെ തന്നെ മാൻ ലോക്ക് വരേണ്ടത് എങ്ങനെയാണ്? ഒരു മാനിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണത് മാൻ ലോക്ക് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ഡ്യൂറേഷൻ ഓഫ് വർക്ക് ഇൻ കംപ്രസ്ഡ് എയർ ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് വർക്കാണ്. ദാറ്റ് ഈസ് ഫോർ പ്രഷർ അപ് ടു 18 pound per square inch. The working period could be about 8 hours with at least half an hour in free air. സാധാരണ ഈ ഒരു പ്രഷറിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 8 മണിക്കൂറാണ് വർക്കിംഗ് പീരീഡ്. അതിൽ അരമണിക്കൂർ എന്തെങ്കിലും വേണം ഫ്രീ എയറിൽ നമുക്ക് എക്സ്പോഷർ വേണം. ഒരു ഫ്രീ എയറിൽ ഒരു അരമണിക്കൂർ എക്സ്പോഷർ വേണം. ഫോർ പ്രഷർ ഫ്രം 20
pound per square inch to the about 30 pounds per square inch, the working period reduced to 4 hours. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യണം? വർക്കിംഗ് പീരീഡ് റിഡ്യൂസ് ചെയ്യുമ്പോൾ വേണം നമ്മൾ ഫ്രീ എയറിലുള്ള എക്സ്പോഷർ എന്ത് ചെയ്യണം? കൂടുകയും വേണം. 4 ഹവറും ഫ്രീ എയറിൽ ഒരു മിനിമം ഒരു 2 ഹവറിലെങ്കിലും ഫ്രീ എയറിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കംപ്രസ്ഡ് എയർ കണ്ടീഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിനുള്ള പ്രിക്കോഷൻസ് ആണ്. ദ റെഗുലേഷൻ വർക്കിംഗ് പീരിയഡ് ബേസ്ഡ് ഓൺ കംപ്രസ്ഡ് എയർ പ്രഷർ ഷുഡ് നെവർ ബി എക്സീഡഡ്. നമ്മൾ ആ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡിൽ മാത്രം എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? വർക്കിംഗ് പെർമിറ്റ് ചെയ്യാൻ പാടില്ല. ഡീകംപ്രഷൻ ബാക്ക് ടു നോർമൽ എയർ പ്രഷർ ഷുഡ് ബി ഗ്രാജുവൽ. ഡീകംപ്രഷൻ ഒരു ഗ്രാജുവലായിട്ട് ചെയ്യേണ്ടത്. Suitable refreshment and sufficient rest are essential to recoup the miner after work. അപ്പോൾ റീഫ്രഷ്മെൻറ്റും അതുപോലെ തന്നെ റെസ്റ്റും കൃത്യമായിട്ട് മൈനേഴ്സിന് എന്ത് ചെയ്യണം? കൊടുക്കണം. എന്നാലേ നമുക്കൊരു അവരെ ഹെൽത്ത് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി കംപ്രസ്ഡ് എയർ പ്രഷർ എത്ര ആവശ്യമുള്ള? തിയറിറ്റിക്കലി 0.43 pound per square inch air pressure is required to support 1 feet of head of water. 1 feet head of waterന് നമുക്ക് ആവശ്യമുള്ളത് തിയറിറ്റിക്കലായിട്ട് 0.43 pounds per square inch ആവശ്യമുണ്ട്. ഇൻ porous soil there will be resistance of soil particles to the flow of water, thus tending to reduce the supporting air pressure. porous soil ആണെങ്കിൽ എന്തുണ്ട്? there is resistance, soil പാർട്ടിക്കിൾസിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും ഫ്ലോ ഓഫ് വാട്ടറിന്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ നമുക്ക് ഈ കംപ്രസ്ഡ് എയറിൻ്റെ ആവശ്യകത കുറക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 to 25% കംപ്രസ്ഡ് എയറിൻ്റെ ആവശ്യകത അവിടെ കുറക്കാറുണ്ട്. ബട്ട് ഇഫ് എൻ ഇംപർവിയസ് സോയിൽ ഓവർലൈസ് എ പോറസ് സോയിൽ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദി എസ്കേപ്പ് ഓഫ് എയർ കമ്മിങ് ത്രൂ ദി പോറസ് സോയിൽ ആൻഡ് ടെൻഡ്സ് ടു ബിൽഡ് എ റിവേഴ്സ് പ്രഷർ ആഡിങ് ടു ദി ഹൈഡ്രോസ്റ്റാറ്റിക് ഹെഡ്. Under such circumstances, the soil surrounding the tunnel section has to be drained by well points. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ദാറ്റ് ഈസ് ഒരു ഇംപർവിയസ് സോയിൽ എന്തിൻ്റെ മേലെ വരിക? ഒരു പോറസ് സോയിലിൻ്റെ മേലെ വരുന്ന കേസിൽ ഒരു എക്സ്ട്രാ ഹൈഡ്രോസ്റ്റാറ്റിക് ഹെഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ എന്ത് വരണം? ദ സോയിൽ സറൗണ്ടിങ് ദി ടണൽ സെക്ഷൻ ഹാസ് ടു ബി ഡ്രെയിൻഡ് ബൈ വെൽ പോയിൻറ്റ്സ്. വെൽ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്ലോ സെക്ഷനിൽ അതിൽ കാണിച്ചിട്ടുള്ള വെൽ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡ്രെയിൻ ദി വാട്ടർ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഇതിന് കംപ്രസ്ഡ് എയർ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സാധാരണ ചോദിക്കാറുണ്ട് ഒരു വാട്ടർ ബിയറിംഗ് സ്ട്രക്ചറിലൊക്കെ എങ്ങനെ ടണലിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? കംപ്രസ്ഡ് എയർ ആണ്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ലോക്സിനെ കുറിച്ച്, മാൻ ലോക്ക്, മെറ്റീരിയൽ ലോക്സ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു 2-3-4 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺക്ലൂഡ് ദി 5th മൊഡ്യൂൾ. 5th മൊഡ്യൂൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ചുകൂടി മെത്തേഡ്സ് ഉണ്ട്. എല്ലാ മെത്തേഡ്സും നമ്മൾ ടണൽ ഡ്രൈവിംഗ് മെത്തേഡ്സ് കുറച്ചുകൂടി മെത്തേഡ്സ് നമുക്ക് പറയാനുണ്ട്. എല്ലാ മെത്തേഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. നിങ്ങൾ 5th ഉം 6th മൊഡ്യൂളിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഹാർബർ ആൻഡ് ഡോക്ക് ആൻഡ് ടണൽ എഞ്ചിനീയറിംഗ് ബൈ ആർ ശ്രീനിവാസൻ, ചെറോട്ടർ ബുക്ക് സ്റ്റാൾ പബ്ലിക്കേഷൻസിൻ്റെ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5th ഉം 6th മൊഡ്യൂളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾ റെഫർ ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടണലിംഗ് ഉണ്ട്. ഒരു മെത്തേഡ് മാത്രമല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് മാത്രമല്ല, നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിൻ്റെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ മെത്തേഡ്സിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക?
ഇതിൽ നോക്കിയിട്ടൊന്ന് നിങ്ങൾ മനസ്സിലാക്കി നോട്ട് എഴുതി മനസ്സിലാക്കി വെക്കുക. അതൊന്നും ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആ 2-3 മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് ചോദിക്കാറില്ല. 1-2 മെത്തേഡ്സ് ഓരോ സോയിൽസ്, സോഫ്റ്റ് സോയിലിൽ ഉപയോഗിക്കുന്നത്, ഹാർഡ് റോക്കിൽ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ് സോയിൽ ഉപയോഗിക്കുന്ന 1-2 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി 1-2 മെത്തേഡ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ നോക്കി റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്യുക. സാധാരണ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നുണ്ടാവാം 1-2 മെത്തേഡ് സാധാരണ സ്പെസിഫൈ ചെയ്യാറില്ല. അവർ 1-2 മെത്തേഡ്സ് നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, 1-2 മെത്തേഡ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ കംപ്രസ്ഡ് എയർ മെത്തേഡ് അത് വേറെ ആയിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. നിങ്ങൾ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കംപ്രസ്ഡ് എയർ മെത്തേഡ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നിർബന്ധമായിട്ടും. സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.